ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്തതോടെ പ്രതിരോധത്തിലായി സിപിഐഎം. യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ അന്വേഷണം അവസാനിക്കില്ലെന്ന് പ്രതിപക്ഷം പറഞ്ഞു. കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ല എന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. അന്വേഷണത്തിൽ അട്ടിമറി ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ SIT ഓഫീസ് മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിച്ചു. പത്മകുമാർ അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റിന് പിന്നാലെ മുൻ മന്ത്രിയും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യമുനയിലായതോടെ കടുത്ത പ്രതിരോധത്തിലാണ് CPIM സർക്കാരും. പ്രതിപക്ഷമാകട്ടെ ആയുധത്തിന് മൂർച്ച കൂട്ടുകയും ചെയ്തു. ഇതിൽ കുറ്റം തെളിഞ്ഞു വരട്ടെ, പേടിയാണ്. കൂടുതൽ നേതാക്കളുടെ പേര് ജയിലിൽ ആയേക്കണവർ, റിമാൻഡ് ചെയ്തവർ പറയും അവർക്കെതിരെ നടപടിയെടുക്കാൻ CPM-ന്റെ മുട്ടുവരയ്ക്കും നേതാക്കന്മാരുടെ. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ഇതിലെ യഥാർത്ഥ പ്രതികള് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. കരുതലോടെയായിരുന്നു CPIM പ്രതികരണം. കുറ്റക്കാർ ആരായാലും സംരക്ഷിക്കില്ലെന്ന വാദം മന്ത്രി പി രാജീവ് ആവർത്തിച്ചു. എല്ലാ വർഷവും SIT സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടതാണല്ലോ. അവർ പരിശോധിച്ചിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും. അതിനെ തുടർന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യും. അന്വേഷണ ഘട്ടമായതിനാൽ കൂടുതൽ പ്രതികരണത്തിന് ദേവസ്വം മന്ത്രി തയ്യാറായില്ല. അതുവരെ അന്വേഷണം നടക്കുമ്പോൾ ഞങ്ങൾ കയറി പറയുന്നത് ശരിയല്ല. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് SIT ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.